കാണുന്ന വെളിച്ചമുള്ളിടത്തേക്കാണ് പോകുന്നത്. അവിടെ എന്താ വിശേഷം എന്ന് പറയാം കേട്ടോ. റോഡ് ക്രോസ് ചെയ്യട്ടെ. അമ്പോ ദോശക്കട, 51 തരം ദോശകൾ. ആഹാ, എന്നാൽ പിന്നെ ആ ദോശയൊക്കെ ഒന്ന് ഏതാന്ന് കണ്ടിട്ട് തന്നെ ബാക്കി കാര്യം. മാത്രമല്ല കേട്ടോ, വിവിധ തരം പുട്ട്, ഇഡ്ഡലി, വെള്ളപ്പം നോക്കാല്ലേ. ഇതാണ് നമ്മുടെ ദോശക്കട. 1 മണിക്കൂർ മുന്നേ ഞങ്ങളിവിടെ വന്നതാണ് കേട്ടോ. നിറയെ ആളുകളായിരുന്നേ. നോമ്പ് തുറക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഞങ്ങൾ തിരക്കൊന്ന് ഒഴിഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ വന്നതാണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ മെനു. ഈ ഒരു ഭാഗത്ത് മുഴുവൻ ദോശകളാണ്. ഇനി അപ്പുറത്താണെങ്കിൽ പുട്ട്, ഇഡ്ഡലി, പിന്നെ ചായ, കോഫി, ജ്യൂസ് ഇതൊക്കെ ഉണ്ട്. എന്താണ് ഓർഡർ ചെയ്യേണ്ടതെന്ന് നോക്കട്ടെ. ഞാനും അപ്പവും പൊടി മസാല ദോശ ഓർഡർ ചെയ്തു. ശ്രീധരേട്ടൻ ആണെങ്കിൽ മസാല ദോശയും ഓർഡർ ചെയ്തു. ഇലയിലാണ് വിളമ്പുന്നത്. അത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. മസാല ദോശ തന്നെയാണ്, അതിൻ്റെ ഉള്ളിൽ ചട്നിപ്പൊടിയും കൂടി വെതറിയിട്ടുണ്ട്. അതാണ് പൊടി മസാല ദോശ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് തേങ്ങാ ചട്നി ഉണ്ട്, ഉള്ളി ചമ്മന്തി ഉണ്ട്, പിന്നെ സാമ്പാറും ഇതെല്ലാം കൂടെ ഉള്ളതാണ്. വടയും ചായയും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്. വട വന്നു, ചായ ആദ്യം വന്നു. വേറെ ആരും ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഈ ചട്നി സാമ്പാറൊക്കെ നമ്മുടെ മുന്നിലിങ്ങനെ പാത്രത്തോടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ചട്നി വിളമ്പി, ഉള്ളിസമ്മന്തി വിളമ്പി, ഇനി സാമ്പാറും വിളമ്പി, കുറച്ചുകൂടി വിളമ്പി എടുക്കട്ടെ. അത് കഴിഞ്ഞിട്ട് കഴിച്ച് നോക്കട്ടെ, എന്നിട്ട് പറയാം. ഞങ്ങൾ പൊടി മസാല ദോശ ഓർഡർ ചെയ്തപ്പം അവർ പറയുകയാണേ, ഇവിടെ ആരും അതൊന്നും ഓർഡർ ചെയ്യാറില്ല, എല്ലാവരും മസാല ദോശ മാത്രമാണ് ഓർഡർ ചെയ്യാറുള്ളത്, അല്ലെങ്കിൽ നെയ് റോസ്റ്റ്. കൊള്ളാം കേട്ടോ. സാധാരണയിൽ കവിഞ്ഞ രുചിയൊന്നുമില്ല, എന്നാൽ തരക്കേടില്ല. ഇപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ അടുത്ത് തന്നെയാണ്. രാത്രി ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇവിടെ വന്ന് കഴിച്ചിട്ട് തിരിച്ചു പോവാം. അത്രയും അടുത്താണ്.